ഇകഴ്ത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ രാവിലെ ഒരു ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലിൻ്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന, അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനത്തിലെത്തി. ആ നിലക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയാണ്. ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാനതിന് മറുപടി ഇവിടുന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. വഴങ്ങിയെന്നോ അല്ലെങ്കിൽ കുഴങ്ങിയെന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അതിൻ്റെ ശക്തി നശിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായികൾ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നല്ല. അസ്സലാമു അലൈക്കും. എന്തായാലും മലപ്പുറത്ത് സുഹാബിസത്തെ സമസ്തയുടെ മക്കൾ തീയിട്ട് കത്തിച്ച ദിവസമായിരുന്നു ഇന്ന്. യൂട്ടേൺ അടിച്ചതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി രാവിലെ തന്നെ ഉച്ചയ്ക്ക് വേദിയിലെത്തുന്നതിൻ്റെ ജാള്യത മറക്കാൻ രാവിലെ മാതൃഭൂമിയിൽ ന്യൂസ് കയറ്റിയ ആളുകൾക്ക് കൃത്യമായി സയ്യിദുൽ ഉലമ തന്നെ കൊടുത്തു. അതാണ് നിങ്ങൾ കണ്ടത്. സമസ്ത വഴങ്ങി എന്ന ന്യൂസ് കൊടുത്തു. എന്തിനാണത്? തങ്ങൾ വരുന്നതിൻ്റെ ഒരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ട്. ആദ്യം വരൂല, ബഹിഷ്കരിച്ചു, അവിടുന്ന് കൊടി കൈമാറിയില്ല, എവിടെ പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞെങ്കിലും യാത്ര ബഹുക്ഷേമവും മലബാറിലേക്ക് അണയും തോറും അത് പ്രൗഢി കൂടി വരുന്നതുമായി കണ്ട് ബോധ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ സയ്യിദുൽ ഉലമക്ക് ചുറ്റും കൂടുന്നത് ഒക്കെ നോക്കി നിരീക്ഷിച്ച് കോൺഗ്രസ് നേതൃത്വം തന്നെ ഒന്നടക്കം സയ്യിദുൽ ഉലമയെ ആനയിക്കുകയും ശാഖാതലങ്ങളിൽ അവർ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വരെ കോൺഗ്രസ്സുകാർ സ്ഥാപിച്ചു തുടങ്ങി. ഈ ഒരു അവസരത്തിൽ എന്തായാലും ഇതിൻ്റെ കൂടെ കൂടാതിരുന്നാൽ തങ്ങൾ ഒറ്റപ്പെടുമെന്ന് ബോധ്യപ്പെട്ട ആളുകൾ അതിലേക്ക് വന്നു. അൽഹംദുലില്ലാ, സന്തോഷം. പക്ഷേ എന്നിട്ടും കുത്തിത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അതായത് വരുന്നതിൻ്റെ തൊട്ട് രാവിലെ തന്നെ സമസ്തനെ ഒന്ന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് സമസ്ത വഴങ്ങി എന്നുള്ളൊരു ന്യൂസ് കൊടുത്തു. ജിഫ്രി തങ്ങളല്ല ആള്, വിടുമോ? അത് ആൺകുട്ടിയല്ലേ. ഏത് പ്രതിസന്ധികൾക്ക് മുമ്പിലും നെഞ്ചു വിരിച്ച് നിന്ന് സമസ്തയുടെ നിലപാടും ആദർശവും ഉറക്കെ പറയാൻ പടച്ച റബ്ബ് ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച ആൺകുട്ടിയാണ് ജിഫ്രി തങ്ങൾ. ആർക്കും ആ തങ്ങളെ വഴങ്ങിപ്പിക്കാനോ കുഴങ്ങിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല പടച്ച റബ്ബിനല്ലാതെ. അതിനുള്ള മറുപടി കൃത്യമായിട്ട് വേദിയിലിരുത്തി തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇനി സുഹാബികളുടെയും വഹാബികളുടെയും കപട രാഷ്ട്രീയ മാലിന്യങ്ങളുടെയും ഒക്കെ പേടി സ്വപ്നമായ ഹമീദ് ഫൈസി ഒരൊറ്റ 1.5 മിനിറ്റിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേട്ടോക്കി. ഈ ഇരിക്കുന്ന ഈ കൊടും വെയിലേറ്റുകൊണ്ട് നട്ടുച്ച നേരത്ത് കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ, ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്ന ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് ഇന്ന് അജയ്യമായ നായകത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള 40 അംഗ മുഷാവറയാണ്. ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, ചില നയനിലപാടുകളുണ്ട്. അത്തരം തീരുമാനങ്ങളിലും നയനിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെന്തു പറഞ്ഞാലും ശരി, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലും അതിൻ്റെ നയനിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു
ആ പറഞ്ഞത് ആർക്കാണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. സമസ്ത ഇപ്പോൾ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് CAC-യുമായി ബന്ധപ്പെട്ട എടുത്ത തീരുമാനങ്ങൾ, അതിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കപട മധ്യസ്ഥന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. സമസ്തയെ സമീപിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യണം അവരോട് എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അത് സമസ്ത കൂടിയെടുത്ത തീരുമാനമാണ്. മാത്രമല്ല, ഈ മധ്യസ്ഥന്മാർ കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും പാലിക്കാത്തവരെ മധ്യസ്ഥന്മാർ വാക്ക് പാലിക്കുന്നതിന് പകരം അവരുടെ വേദിയിൽ പോയി പങ്കെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതിലപ്പുറം അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ കൂടി പറയുന്നതിലൂടെ സമസ്തയെ ഇളിച്ചു കാട്ടി പരിഹസിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അവർക്കുള്ളത് അതേ വേദിയിൽ ഇരുത്തി തന്നെ വയറ് നിറച്ച് കൊടുത്തതാണ് ഹമീദ് വൈസി. ഇനി സത്താർ പന്തല്ലൂരിൻ്റെ ചുരുങ്ങിയ മിനിറ്റിൽ ആയത്തിലൊന്ന് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കിയാൽ. പ്രസംഗത്തെക്കാൾ വാചാലമാണ് ഈ സദസ്സ്. ഇതൊരു പാഠവും സന്ദേശവുമാണ്. സമസ്ത കേരള ജമിയത്തുലുമക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ യാത്രയെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രസംഗിക്കാൻ 2 മണിക്കൂറും 4 മണിക്കൂറൊന്നും വേണ്ട, അര മിനിറ്റ് മതി, അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾ മതി. ഇജാതി കൊടുക്കാൻ പറ്റിയ ഒരു ആൺകുട്ടി അത് സത്താർ പന്തല്ലൂർ തന്നെയാണ്. സ്വഹാബികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമാണത്. കാരണം ഈ ഒരു വലിയ സദസ്സ് തന്നെ സമസ്തക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടിയാണ്. പ്രസംഗത്തേക്കാൾ വാചാലമാണ് ഈ സദസ്സ്. അതോടൊപ്പം സമസ്തക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ കണ്ടോളി, ഞങ്ങളുടെ നേതാവ് സയ്യിദുൽ ഉലമയെ കണ്ടാൽ ആ പ്രശ്നം നിങ്ങൾക്ക് തീരുമെന്ന് ഇരുത്തി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്ത് സുഹാബികളുടെ എല്ലാ കുപ്രചരണങ്ങൾക്കും സമസ്തയുടെ മക്കൾ കൂട്ടിയിട്ട് തീ കൊടുത്ത ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സമസ്തയുടെ പിന്നിൽ, നമ്മൾ പറയുന്നത് സമസ്ത 40 മുഷാവറ അംഗങ്ങളുടെ പിന്നിൽ നിൽക്കാനാണ്. അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഞങ്ങളാരെങ്കിലും, ഞങ്ങളൊക്കെ സാധാരണ താഴെ തട്ടത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആളുകളെക്കാൾ താഴെ തട്ടിലുള്ള ആളുകളാണ്. പക്ഷേ നമുക്കൊരു നിർബന്ധമുണ്ട്. എല്ലാവരും സമസ്തക്കാർ എന്ന് പറയുന്ന ആളുകൾ സമസ്ത മുഷാവറയെ അംഗീകരിച്ച് അവരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കണം, അവരുടെ പിന്നിൽ നിൽക്കണം. അത് ഞങ്ങളുടെ, എത്ര താഴ്ന്നവരാണ് ഞങ്ങളെങ്കിലും ഞങ്ങളുടെ ഉയർന്ന ചിന്തയാണത്. അത് താഴ്ത്തിക്കെട്ടാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. അതിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറല്ല. അതുകൊണ്ട് വായ മൂടിക്കെട്ടാനോ അല്ലെങ്കിൽ ഒന്ന് നിർത്തടോ എന്ന് പറയാനോ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. സമസ്തയുടെ പിന്നിൽ നിൽക്കുക, ഞങ്ങൾ നിർത്തും. സമസ്തയുടെ ഒപ്പം നിൽക്കുക, ഞങ്ങൾ നിർത്തും. സമസ്തയുടെ നിലപാടുകൾ അംഗീകരിക്കുക, ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ നടക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.